ഓക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച INTUC സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ പാർട്ടികളും തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് INTUCയെ കൂടെ നിർത്തുന്നില്ല എന്നും പറയുകയാണ് ആർ ചന്ദ്രശേഖരൻ. ആലപ്പുഴ സീറ്റിലാണ് INTUCയുടെ കണ്ണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതിനെയും ആർ ചന്ദ്രശേഖരൻ വിമർശിക്കുകയാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനാ സംവിധാനമല്ല INTUCക്കുള്ളത്. അത് വ്യക്തമായി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. INTUCക്ക് കേരളത്തിലെ 16 കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ഒരു സീറ്റ് കൃത്യമായി ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുന്നില്ല എങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റി കൃത്യമായ നിലപാടിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഖിൽ ഷാൻ സാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. അഖിൽ, എല്ലാ തെരഞ്ഞെടുപ്പുകളും INTUC അവകാശവാദം വരാറുണ്ട്. അത്തരം ഒരു അവകാശവാദം എന്നതിനപ്പുറം കുറച്ചുകൂടി ഗൗരവമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, ആലപ്പുഴ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ INTUC? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹഷ്മി. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഈ INTUCയുടെ വാദം നമ്മൾ കണ്ടതാണ്. അതായത് അന്നും ഇവർ ഇത്തരത്തിൽ തങ്ങളെ കാര്യമായി പരിഗണിക്കണം, തങ്ങൾക്ക് സീറ്റ് നൽകണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ അന്ന് നേതൃത്വം പറഞ്ഞിരുന്നത് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് അന്ന് ആ സീറ്റ് ലഭിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ചുള്ളൊരു സമീപനമാണ് INTUCയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരു താക്കീത് എന്ന നിലയിലാണ് INTUCയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആവശ്യം വരുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് INTUCക്ക് നൽകിയേ മതിയാകുള്ളൂ. അത് നൽകിയില്ല എന്നെങ്കിൽ നിലപാട് കടുപ്പിക്കേണ്ടി വരും. അങ്ങനെ സീറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിന്ന് മത്സരിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ ആർ ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ വിമർശനമാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പലപ്പോഴും തൊഴിലാളി വിഭാഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കാത്തൊരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും വ്യക്തമാക്കിയത്. ഈ ലോക്സഭയിൽ ഉൾപ്പെടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നില്ല തുടങ്ങിയ വലിയ വിമർശനം ഈ ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്തായാലും സീറ്റ് ലഭിച്ചില്ല, അതായത് ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയാണ് ഈ INTUCയുടെ തീരുമാനം. ഏറ്റവും പ്രധാനമായും ഈ ആലപ്പുഴ സീറ്റിലാണ് ഇവർക്ക് പ്രധാനമായും കണ്ണുള്ളത്. എന്നാൽ അതിൽ നിർബന്ധമില്ല. കേരളത്തിലെ മറ്റെല്ലാ ലോക്സഭാ സീറ്റുകളിലും നിൽക്കാനുള്ള യോഗ്യത ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു നിർബന്ധം കാണിക്കുന്നില്ല. പക്ഷേ കിട്ടിയാൽ ആലപ്പുഴയാകും നല്ലതെന്നുള്ളൊരു കാര്യവും ആർ ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കി. എന്തായാലും കൂടുതൽ കടുത്തൊരു നിലപാട് അല്ലെങ്കിൽ കൂടുതൽ കടുത്തൊരു താക്കീത് എന്ന നിലയിൽ, കോൺഗ്രസിന് ഒരു താക്കീത് എന്ന നിലയിലാണ് ആർ ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതും ഈ സീറ്റ് തങ്ങൾക്ക് ഒരു സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടതും. അഖിൽ ഷാൻ സാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തവണ കുറച്ച് എപ്പോഴും പറയുന്ന പോലെ സീരിയസ് ആയി, അഥവാ ഇനി സീറ്റ് നൽകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കാനൊക്കെ INTUCക്ക് ഇണ്ടക്കിന് ആലോചനയുണ്ട്.